അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ രാവിലെ തന്നെ നമുക്ക് ശനിയാഴ്ചയാണ്, പറയുടെ വരില്ല കേട്ടോ. നമ്മളെ മിന്നോൻ്റെ റെസ്റ്റൊന്നുമില്ല, നമുക്ക് ക്ലാസ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഗ്രൂപ്പിൽ വന്നിട്ടില്ല. അപ്പം ഇന്ന് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അപ്പോൾ പോകണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്നിപ്പോൾ ഒക്കെ ക്ലാസ് ഉണ്ട്, ഫുഡ് വേണം, 4 മണിക്കുള്ളൂ ക്ലാസ് വിടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫുഡ് ആക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അതിനുള്ള പണികളൊക്കെ തിരക്കിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടുത്തല്ലേ വെള്ളരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ താഴത്ത് പോയി നോക്ക്. വീട്ടിൽ നിന്ന് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ മട്ടരി കഴിക്കും, അവിടെ പോയിട്ടാണെങ്കിൽ മട്ടരി കഴിക്കില്ല കേട്ടോ, സ്കൂൾ കൊണ്ടുപോകില്ല. കാരണം കറിയൊന്നും ഒഴിക്കാതെ പോകണതുകൊണ്ട് അത് കഴിക്കാനുള്ള കഴിയില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളരി കാണുന്ന താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് മേടിച്ച് വന്നിട്ടാണ് നമുക്ക് ചോറാക്കാൻ. ഒരടുപ്പത്ത് ചോറാക്കുക, ഒരടുപ്പത്ത് നോക്കിയുള്ള കൂട്ടാനും ആക്കാം. പിന്നെ ചോറ് പോകുന്ന അടുപ്പത്ത് നമുക്ക് എന്താക്കാം, കൂട്ടാൻ പോകുന്ന അടുപ്പത്ത് നമുക്ക് നോക്കുള്ള അപ്പം ചൂടാം, എനിക്കുള്ള ഉപ്പുമാവ് പിന്നെ ഉണ്ടാക്കാം. ഇന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ടീ ആൻഡ് ബിസ്ക്കറ്റ് കഴിക്കാം. ഈ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇഷ്ടമല്ല ബിസ്ക്കറ്റ് കഴിഞ്ഞേക്കും, അതിലുണ്ട്. ഈ ബിസ്ക്കറ്റ് കേട്ടോ എനിക്കിഷ്ടം, കപ്പ ബിസ്ക്കറ്റ്. ഇത് ചുവപ്പ് പച്ച മഞ്ഞ ഒക്കെ ഉണ്ടാവുമല്ലോ, മഞ്ഞ കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നത്. ഞാൻ കാലത്തി അടിക്കട്ടെ കേട്ടോ. പിന്നെ ഓളൊക്കെ പോയി കഴിഞ്ഞ് ആക്കുമ്പോഴുള്ളൂ കേട്ടോ ഞാൻ ചായ അടിച്ചിട്ടുള്ളൂ. ശനിയാഴ്ച ഓളൊപ്പം ഇരിക്കൂല, ഇന്ന് രാവിലെ ചായ അടിച്ചാൽ കേട്ടോ. കാരണം ഓക്കുള്ള ഫുഡ് കാര്യങ്ങളാക്കുമ്പോൾ അതിനനുസരിച്ച് നേരങ്ങൾ എനിക്ക് ചായ അടിച്ചാൽ. അതാ ചായക്കുള്ള വെള്ളം തിളച്ച് പൊടി ഇട്ടിട്ടോ. പൊടി കുറവാണ്, നല്ല കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ടോ. അങ്ങനെ ചായ ഇവിടെ ആയിട്ടോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, മിനിമമുള്ള ലഞ്ച് ആക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു പൊടിയിൽ ചായ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ ചോറിനുള്ളത് സെറ്റാക്കിട്ടോ. അപ്പം ഇത് ഇവിടെ ആവട്ടെ. ആ സമയം കൊണ്ടുണ്ടാക്കണം നമുക്ക് ഉള്ള കൂട്ടാനുള്ളത് സെറ്റാക്കാൻ കേട്ടോ. അതിനിപ്പോൾ സവാള ഇത് അവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കൂട്ടാനുള്ള സവാളയും പച്ചമുളകും ഉപ്പും കുറച്ച് ഓയിൽ മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ ഓയിൽ മഞ്ഞൾ ഒക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മൾ മാക്സിമം അതൊക്കെ കുറക്കാൻ നോക്കട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കണ നേരം ആകുമ്പോഴത്തേക്ക് ആ ബാഗിൽ കിടന്നിട്ട് പുസ്തകത്തിലും നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം എന്താവും, ഈ ഒരു മഞ്ഞളും ഓയിലും ആയിട്ട് സ്പ്രെഡായിട്ട് ആകെ വൃത്തികേടാവും കേട്ടോ. ഞാൻ ഓക്ക് കൊടുത്തയക്കണ ഫുഡിൽ എന്തായാലും കുറച്ച് മഞ്ഞൾ കുറച്ച് ഓയിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പം ഇനി ഇത് രണ്ടും ഇവിടെ ആവട്ടെ കേട്ടോ. അതാ നമ്മുടെ ഉപ്പ് കൊണ്ടുപോകല്ലേ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. കുക്കറും അടിച്ചു തുടങ്ങി. ഇനി എന്താക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഒരുക്കാം കേട്ടോ. റെഡി ചെയ്ത് വെച്ചാൽ ഓഫാക്കാം. അപ്പോൾ ചോറും അവിടെ സെറ്റായിട്ട്. അപ്പം ഇനി ഇത് ആദ്യമൊക്കെ പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരെ പൊടി പോണു അപ്പം ചുടാം കേട്ടോ. ഒക്കെ 2 അപ്പം ചുടാം എന്നിട്ടോ. അങ്ങനെ നമ്മളിതാ അപ്പം ചുടൽ തുടങ്ങിയിട്ടോ. രണ്ടപ്പത്തിനുള്ള ബാറ്ററിലിട്ട് ഉണ്ടാക്കിയിട്ട് അതിനുള്ള തിന്നാം. വേറെ ഉണ്ടാക്കിയത് നമ്മൾ പിന്നെ കളയേണ്ട വരും, ഇഷ്ടമല്ല കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോഴും അപ്പം ചുട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. ആകെ റബ്ബറിൻ്റെ ഇല സ്റ്റെപ്പ് മാത്രമല്ല ഉള്ളിലടക്കം പാറിക്കിടക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഇനി താഴത്തെ ഞാൻ കാട്ടിത്തരാം. അവിടെ ഒന്നായിട്ട് മൂടിക്കിടക്കുക കേട്ടോ. ഇത്രത്തോളം ഇലകളുണ്ട് അവിടെ. ഇന്നിപ്പോൾ ആ മുറ്റക്കൊന്ന് ശരിയാക്കി നീ വരുമ്പോഴത്തേക്ക് കൂരൻ്റെ പണി കഴിയും. അത്രത്തോളം ചമ്മല കൂടി കിടക്കുന്നുണ്ട്. റബ്ബർ അടുത്തുള്ള ഒരവസ്ഥയ്ക്ക് ഏകദേശം തന്നെ കേട്ടോ. മുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടുള്ള ഉപദ്രവം വലുതാണ് കേട്ടോ. ഞാൻ അപ്പം കൂടി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. അതും കൂടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് മുറ്റടിച്ച് വരാൻ ഇറങ്ങിയിട്ട് ഓള് ചാടിച്ചാലിരുന്ന സമയം കൊണ്ട് ഞാനിതാ ചോറ് വാർക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കേട്ടോ ഞാൻ ചോറ് വാർക്കൽ എല്ലാവർക്കും അറിയണ്ടാവും. എന്നാലും ഞാനത് പഠിച്ചത് എൻ്റെ കുഞ്ഞൂൻ്റെ അടുത്തുനിന്ന് കേട്ടോ. കുഞ്ഞൂന്ന് പറഞ്ഞാൽ ആരായിരിക്കില്ലേ, എൻ്റെ കാത്തുണ്ടോ. ഓൾ എത്ര വലിയ കുടിക്കാനേലും ഓളും ഇതിൽ എക്സ്പേർട്ട് കേട്ടോ. പക്ഷെ നമുക്കുള്ള ഈ ഒരു കുഞ്ഞിക്കുടുക്കണ്ടല്ലോ, ഇതന്നെ ഉള്ളൂ കേട്ടോ എന്നെ കൊണ്ട് കഴിയുക. ഓളങ്ങനെയല്ല, ഓളെ ഏത് വലിയ പാത്രമാണെങ്കിലും ഓള് വാർത്തെടുക്കും. അപ്പം അങ്ങനെ സെറ്റ് ഡെയിലി ഇതാ ഞാൻ ഉപ്പേരിക്കുള്ളതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കറി നോക്കിയാൽ മതി കേട്ടോ. മീൻകാരൻ ഇപ്പം ഒന്നും കാക്കണ്ട. മീൻ ബിരിയാണി മേടിച്ചു, മീൻകാരൻ വരികയാണെങ്കിൽ നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ അതാ ഉപ്പേരിക്കുള്ളത് സെറ്റായി. ഓളെ ചായ കുടിഞ്ഞു കേട്ടോ. ഞാൻ ചായ കുടിച്ചും വേണം. ആദ്യം ചായ കുടിച്ചാൽ ഉണ്ടാക്കണം. ഉപ്പേരിൻ്റെ വേസ്റ്റുകളാണ്, ഒക്കെ ഞാനവിടെ കൊണ്ടുപോയി മറിച്ചിട്ടെ. ഞാനതാ എനിക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നേ, ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ ചായക്ക് അപ്പം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തിന്നു. പിന്നെ ഞാൻ നേരെ ക്ലാസ്സിന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഉപ്പേരിയൊക്കെ തൂമിക്കും കറി വെക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ എനിക്ക് ചോറ് കഴിക്കാനുള്ള ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ എന്താട്ടി വൈകുന്നേരം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പോയി കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വൈകുന്നേരത്താണ് എനിക്ക് വന്നത്. പിന്നെ ഞാനിതാ ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുക കേട്ടോ. ഇന്നത്തെ ഉപ്പുമാവ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും മാറിപ്പോയിട്ടോ. എന്നാലും വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും കുറച്ച് വെള്ളേറിപ്പോയിട്ടോ. അതാണ് ഇങ്ങനെ കട്ട പിടിച്ചെടുക്കണം. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ കേട്ടോ, റവ വറുത്തതുകൊണ്ട്. പിന്നെ നമ്മളെ ചായയൊക്കെ ആവുന്ന സമയത്തേക്ക് നമ്മളെ പാത്തു വരുന്നുണ്ട് കേട്ടോ. അതാ അവിടെ എത്തിയിട്ടോ. ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു 4:30 ആകുമ്പോഴത്തേക്ക് എത്തും എന്നുള്ളത്. 4:30 ആയി. അപ്പോഴത്തേക്ക് ആൾ വന്നു. ഞങ്ങൾ ചായ അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചായ റെഡി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഓൾക്കും എന്തായാലും ഇത് വേണ്ടി വരില്ല കേട്ടോ. ഓൾ ചോറ് കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.